ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആച്ചീസ് കുക്ക് വേൾഡ്. ഞാനിന്ന് ചെയ്യുന്നതൊരു ഡെസേർട്ടാണ്, ഫിലിപ്പൈൻസ് ലിച്ചി ഫ്ലാൻ. നമ്മളുടെ ഇവിടുത്തെ കസ്റ്റാർഡ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അതേപോലെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലിലും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. കാരമൽ തയ്യാറാക്കാൻ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കപ്പിലാണ് ലിച്ചി ഫ്ലാൻ തയ്യാറാക്കാൻ പോകുന്നത്, ഇതേപോലത്തെ 4 കപ്പിൽ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അളവാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആദ്യം ഒരു ഫ്രൈ പാനിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കാരമലൈസായി ഒരു ബ്രൗൺ നിറമാകുന്നവരെയും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെയും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. തയ്യാറാക്കി വെച്ച കാരമൽ ഇതേപോലെ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ 300 ml പാലാണ് എടുത്തിട്ടുള്ളത്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്ക് സാധാ ചായ ഗ്ലാസ്സിൽ 1.25 ഗ്ലാസ് പാൽ എടുത്താൽ മതിയാവും. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്. ഒരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചെടുക്കാം. ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ കപ്പിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലും പഞ്ചസാരയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. എടുത്ത 4 കപ്പിലും ഇതേപോലെ ഒഴിച്ച് ഇത് ഫില്ല് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ കപ്പിലും അത് നിറച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിരുന്ന കടായി പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ആ കടായിലോട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി കടായി അടച്ചു കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ടോയെന്ന് തുറന്ന് നോക്കാം. എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് ഈ കപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് പതുക്കെ ഒന്ന് മുകൾ ഭാഗം തട്ടി കൊടുത്തിട്ട് ഒന്ന് കുലുക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വീണ് കിട്ടും. അപ്പോൾ ഫിലിപ്പിനോ ലിച്ചി ഫ്ലാൻ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, share and comment.